നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്ദേശം എനിക്ക് തിരികെ തരയണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. 51-ാം സങ്കീർത്തനത്തിൻ്റെ 11-12 വാക്യങ്ങളാണ് വായിച്ചത്. പ്രിയരെ, ഇതെല്ലാവരുടെയും പ്രാർത്ഥനയാണ്. നാമും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും തള്ളിക്കളയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ഒരു നാളും നമ്മെ തള്ളിക്കളയുകയില്ല, നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുകയാണ്. അന്ത്യനാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരും. എത്ര വലിയ ഒരു ഭാഗ്യമാണിത്! പരിശുദ്ധനായ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മെപ്പോലെയുള്ള ഓരോ മനുഷ്യൻ്റെയും ഉള്ളത്തിൽ വന്ന് വസിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ഒരു ശരീരം ആവശ്യമുണ്ട്. നാം സ്വമേധയാ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലൂടെ പ്രവർത്തിച്ച് നമ്മുടെ കരങ്ങളെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യിക്കുന്നു. നമ്മളുടെ നാവ് കൊണ്ട് നല്ല വാക്കുകളെ പറയിക്കുന്നു. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹപ്രദമായി മാറുന്നു. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഇതും നമ്മുടെ പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നാം നിരാശപ്പെട്ടു പോകുമ്പോൾ എത്ര കുടിച്ചാലും മതി വരാത്ത പരിശുദ്ധാത്മാവിനായി നമുക്ക് വീണ്ടും വീണ്ടും ദാഹിക്കാം. അവൻ ആ സന്തോഷം നമുക്ക് തിരികെ തരിക തന്നെ ചെയ്യും. എത്ര തന്നെ നുകർന്നാലും മതി വരാത്ത ആത്മസന്തോഷം കൊണ്ട് അവൻ നമ്മളെ നിറയ്ക്കും. മനസ്സൊരുക്കമുള്ള ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നിറയുമ്പോൾ, നമ്മുടെ നാവുകളിൽ ദൈവത്തിൻ്റെ വചനം സ്വാഭാവികമെന്നോണം ഉരുവിടപ്പെടുമ്പോൾ അത് ഒരുക്കമുള്ള ഒരു മനസ്സിൻ്റെ തെളിവാണ്. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിൽ നിന്നും നല്ല വാക്കുകൾ പുറപ്പെടും. അതെപ്പോഴും നമുക്ക് സന്തോഷം തരും. നമ്മുടെ നാവിൽ സ്തുതിയും ഘോഷവും സങ്കീർത്തനങ്ങളും ഗാനങ്ങളുമായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വഹിക്കുന്നവരായി ഹൃദയത്തിൽ വചനവും പരിശുദ്ധാത്മാവിൻ്റെ നിറവുമായി ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കാൻ ഈ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എത്ര അധികമായി നമുക്ക് തുണ നിൽക്കുന്നു. നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം.